ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് മാമ്പഴപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എളുപ്പത്തിൽ നമുക്ക് മാമ്പഴപ്പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പുട്ടുപൊടിയാണ് എടുക്കേണ്ടത്. 1 കപ്പ് പുട്ടുപൊടിയാണ് എടുക്കുന്നതെങ്കിൽ അതേ അളവിൽ തന്നെ മാമ്പഴത്തിൻ്റെ പ്യൂരി, മാംഗോ പ്യൂരി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മാങ്ങ കട്ട് ചെയ്തതിന് ശേഷം മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. 1 കപ്പ് പുട്ടുപൊടിക്ക് അതേ അളവിൽ തന്നെ 1 കപ്പ് മാംഗോ പ്യൂരിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ അഡീഷണലായിട്ട് വെള്ളം ഒഴിച്ച് പൊടി കുഴക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കൈ വെച്ചൊന്ന് കുഴയ്ക്കുക. 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. പത്ത് മിനിറ്റിന് ശേഷം നന്നായിട്ട് വീണ്ടും പുട്ടുപൊടി നന്നായിട്ട്, സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് പോലെ പുട്ടുപൊടി നന്നായിട്ട് കുഴച്ചെടുക്കുക. നമുക്ക് പുട്ടുണ്ടാക്കാം. പുട്ടുകുറ്റി എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ചില്ലിട്ടതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മാമ്പഴത്തിൻ്റെ ചെറിയ പീസസ് ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ കുഴച്ച് വെച്ച പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ പൊടി ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും തേങ്ങ ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ മാമ്പഴത്തിൻ്റെ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും പൊടി ചേർത്ത് കൊടുക്കുക. വീണ്ടും തേങ്ങ ചേർത്ത് കൊടുക്കാം. മാംഗോ പീസ് ഇട്ട് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് പാത്രം അടയ്ക്കുക. ഇത് നമുക്ക് ചൂടായി വന്ന പുട്ടുപാത്രത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് നേരം ആവി വന്നതിന് ശേഷം ഓഫ് ചെയ്യാം. ഒന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് പുട്ട് കുത്താം. എളുപ്പത്തിലുള്ളൊരു മാംഗോ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇതിന് വേറെ ഒന്നും വേണ്ട. മാംഗോയുടെ പീസസും നമ്മൾ ആ മാംഗോ പ്യൂരി ചേർത്തിട്ടാണ് മാംഗോ പുട്ട് ഉണ്ടാക്കിയത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.